വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 4ാം സെമസ്റ്ററും 2ാം സെമസ്റ്ററും പരീക്ഷ ആരംഭിക്കാൻ പോവുകയാണല്ലോ. അടുത്ത മാസം വിദ്യാർത്ഥികളൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നിങ്ങളുടെ പരീക്ഷയ്ക്കായിട്ട്. അക്കാര്യം നിങ്ങൾ മറന്നു പോകരുത്. 4, 5, 6 സെമസ്റ്റർ പരീക്ഷകളൊക്കെ വളരെയധികം നിർണായകമാണ്. 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എല്ലാതും നിർണായകമാണ്. 4ാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളാണെങ്കിലും 2ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളാണെങ്കിലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടതില്ലല്ലോ. കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ റിസൾട്ടിൽ മാറ്റമുണ്ടോ എന്ന കാര്യമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്ത് എക്സാമിനേഷൻ റിസൾട്ട് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓരോ സെമസ്റ്റർ പരീക്ഷയുടെ മാർക്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന കാര്യം ചെക്ക് ചെയ്യേണ്ടതാണ്. ചില സമയത്തൊക്കെ തോറ്റ വിദ്യാർത്ഥികളുടെ മാർക്ക് കൂടാറുണ്ട് അല്ലെങ്കിൽ ജയിക്കാറുണ്ട് സ്റ്റാറ്റസ് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്. 4ാം സെമസ്റ്ററും 2ാം സെമസ്റ്ററും പരീക്ഷകൾ യഥാക്രമം ജൂൺ മാസം 10 മുതലും 23 മുതൽ തുടങ്ങാൻ പോകുമ്പോൾ അതിന് മുമ്പായിട്ട് സ്റ്റുഡൻറ്റ് പോർട്ട് വഴി നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ റിസൾട്ടിൽ മാറ്റമുണ്ടോ, തോറ്റ പരീക്ഷയിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും എഴുതേണ്ടതില്ലല്ലോ പരീക്ഷകൾ. തോറ്റ പരീക്ഷ എങ്ങനെയാണ് വിജയിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ ചില സമയത്തൊക്കെ ചില വിദ്യാർത്ഥികളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ നടത്താറുണ്ട്. ഇത് നിങ്ങളുടെ സീനിയേഴ്സിനോടും സൂപ്പർ സീനിയേഴ്സിനോടും ചോദിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് വീണ്ടും പഠിക്കേണ്ടതുണ്ടോ എന്ന കാര്യം റീചെക്ക് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കണം. സോ ബാക്ക് ടു യുവർ സ്റ്റുഡൻറ്റ് പോർട്ടൽ ആൻഡ് ചെക്ക് യുവർ എക്സാം റിസൾട്ട്സ് വൺസ് അഗെയിൻ എന്ന കാര്യം മറന്നു പോകരുത്. എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അത് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഈ പ്രൊവിഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് മാത്രമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊടുക്കാറുള്ളത്. അക്കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.